പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകം CBI അന്വേഷിക്കും. പശ്ചിമബംഗാൾ പോലീസിൽ നിന്ന് കേസ് ഏറ്റെടുത്ത CBI അന്വേഷണത്തിനായി 7-അംഗ സംഘത്തിന് രൂപം നൽകി. DIG പങ്കജ് സിംഗ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. പശ്ചിമബംഗാൾ പോലീസിന്റെ ശുപാർശ പ്രകാരമാണ് CBI കേസ് ഏറ്റെടുത്തത്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസങ്ങൾക്കകമായിരുന്നു 41-കാരനായ ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ടത്. മെയ് 6-ന് നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ മധ്യഗ്രാമിൽ വെച്ച് രാത്രി 10:30-നായിരുന്നു കൊലപാതകം. ബൈക്കുകളിലെത്തിയ അക്രമി സംഘം നടുറോഡിൽ വെച്ച് ചന്ദ്രനാഥ് രഥ് സഞ്ചരിച്ച കാർ തടഞ്ഞ് മുൻസീറ്റിലിരുന്ന അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 10 റൗണ്ടോളം വെടിയുതിർത്ത കൊലയാളികൾ ഉടൻ തന്നെ കടന്നുകളഞ്ഞു. ചന്ദ്രനാഥ് രഥിന് തൽക്ഷണം ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഡ്രൈവർ ബുദ്ധബേബ് ബേരയ്ക്കും ഗുരുതര പരിക്കേറ്റു. ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സംഭവത്തിൽ ദൃക്സാക്ഷികളുടെ മൊഴി നിർണായകമാണ്. ദഹാരിയ ജംഗ്ഷനിൽ വെച്ച് ചന്ദ്രനാഥ് സഞ്ചരിച്ച കാർ തടഞ്ഞ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് മൊഴി. തിങ്കളാഴ്ച പുലർച്ചെ ബംഗാൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് സംഭവവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് മായങ്ക് രാജ് മിശ്ര, വിക്കി മൗര്യ എന്നിവരെയും ഉത്തർപ്രദേശിൽ നിന്ന് രാജ് സിംഗിനെയുമാണ് പിടികൂടിയത്. ഇതിൽ രാജ് സിംഗ് ആണ് കൊലയിൽ ഉൾപ്പെട്ട ഷാർപ്പ് ഷൂട്ടർ എന്നാണ് കരുതുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊൽക്കത്തയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ മെയ് 24 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കൊൽക്കത്തയിലെ നിവേദിത സേതുവിലുള്ള ടോൾ പ്ലാസയിൽ നടത്തിയ UPI പേയ്മെന്റും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ 3-അംഗ സംഘത്തിലേക്ക് എത്തിച്ചത്. ഇതോടെ കൊലയാളികൾ ബംഗാളിന് പുറത്തുനിന്ന് ഉള്ളവരാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നു. കൊലപാതകത്തിൽ നേരിട്ടും ഗൂഢാലോചനയിലുമായി കുറഞ്ഞത് 8ഓളം പേർ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം.